ഹലോ, എല്ലാവർക്കും നമസ്കാരം. പൊളിറ്റിക്കൽ തിയറി, അതായത് നമ്മുടെ രാഷ്ട്രതന്ത്രത്തിലെ 9ാമത്തെ ചാപ്റ്റർ പീസ് അഥവാ സമാധാനം. ഈ ചാപ്റ്റർ നമ്മൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് 0-ൽ നിന്ന് തന്നെ പഠിക്കാൻ പോവാണ്. പരീക്ഷയ്ക്ക് ഒരാഴ്ചയേ ഉള്ളൂ എന്നോർത്ത് ഒരു ടെൻഷനും വേണ്ട. ഈ ഒരൊറ്റ ക്ലാസ് കഴിയുമ്പോഴേക്കും ഈ ചാപ്റ്ററിലെ ഏത് ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ നിങ്ങൾ റെഡിയായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. ഈ ചാപ്റ്റർ എളുപ്പത്തിൽ പഠിക്കാനും പരീക്ഷയ്ക്ക് ഓർമ്മിച്ചു വെക്കാനും വേണ്ടി നമ്മൾ ഇതിനെ 6 ചെറിയ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഈ ഒരു ഓർഡറിൽ പഠിച്ചുപോയാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. ഓരോ ഭാഗം കഴിയുമ്പോഴും കാര്യങ്ങൾ കൂടുതൽ ക്ലിയറായി വരും. അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ശരി, ആദ്യത്തെ ചോദ്യം. എന്തിനാ നമ്മൾ സമാധാനത്തെപ്പറ്റി പഠിക്കുന്നത്? പരീക്ഷയുടെ കാര്യം പറഞ്ഞാൽ സ്ട്രക്ചറൽ വയലൻസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. പിന്നെ ഗാന്ധിയൻ ആശയങ്ങൾ. ഇതൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായി വരുന്ന ചോദ്യങ്ങളാണ്. ഇത് പഠിച്ചാൽ സമാധാനം എന്ന വാക്കിന് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം അർത്ഥങ്ങളുണ്ടെന്നും നമ്മുടെ സമൂഹത്തിൽ നേരിട്ട് കാണാൻ പറ്റാത്ത പലതരം അക്രമങ്ങളെ എങ്ങനെ തിരിച്ചറിയാമെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പണ്ടുകാലത്ത്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, പല വലിയ ചിന്തകരും സമാധാനത്തെ ഒരു നല്ല കാര്യമായിട്ടല്ല കണ്ടിരുന്നത്. ഉദാഹരണത്തിന്, ഫ്രീഡ്രിക് നീച്ചയെ പോലുള്ളവർ പറഞ്ഞതെന്തെന്നോ, യുദ്ധവും പ്രശ്നങ്ങളുമൊക്കെയാണ് മനുഷ്യ സമൂഹത്തെ വളർത്തുന്നത് എന്നായിരുന്നു. ഇപ്പൊ ഒരു കോച്ച് പറയില്ലേ, എപ്പോഴും കളിച്ചു മത്സരിച്ചാലേ ഒരു ടീം ഉഷാറാവൂന്ന്. ഏകദേശം അതുപോലെയായിരുന്നു അവരുടെ ചിന്ത. അതുകൊണ്ട് സമാധാനമെന്നത് യുദ്ധങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ ഇടവേള മാത്രമാണെന്ന് അവർ കരുതി. പക്ഷേ ആ പഴയ ചിന്താഗതി എത്ര വലിയ തെറ്റായിരുന്നുവെന്ന് 20ാം നൂറ്റാണ്ട് നമുക്ക് കാണിച്ചു തന്നു. ഈ സ്ലൈഡിലെ ഓരോ സംഭവവും നോക്കൂ. കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. 2 ലോകമഹായുദ്ധങ്ങൾ, മനുഷ്യൻ ആദ്യമായി അണുബോംബ് ഉപയോഗിച്ചത്, നമ്മുടെ രാജ്യത്തിന്റെ വിഭജന സമയത്തുണ്ടായ വലിയ കലാപങ്ങൾ, ലോകം ഒരു ആണവയുദ്ധത്തിന്റെ അടുത്തുവരെ എത്തിയ നിമിഷം. ഈ ദുരന്തങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനുഷ്യൻ ഒരു കാര്യം ശരിക്കും പഠിച്ചത്: സമാധാനത്തേക്കാൾ വലുതായി ഈ ലോകത്തൊന്നുമില്ല. ശരി, അപ്പം നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് സമാധാനം? വാട്ട് ഈസ് പീസ്? ഇതിന്റെ ഡെഫിനിഷൻ, അതായത് നിർവചനം, പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഏറ്റവും സിമ്പിളായ അർത്ഥത്തിൽ നിന്ന് തുടങ്ങാം. സാധാരണയായി നമ്മൾ പറയും, സമാധാനമെന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത അവസ്ഥയാണെന്ന്. പക്ഷെ അതൊരു മുഴുവൻ ശരിയായ ഉത്തരമല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമൊന്നുമില്ല, പക്ഷെ രാജ്യത്തിനകത്ത് ആളുകൾ തമ്മിൽ വലിയ ലഹള നടക്കുന്നു. അപ്പോ അവിടെ സമാധാനമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ നിർവചനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം. യുദ്ധം മാത്രമല്ല, ലഹള, കൂട്ടക്കൊല പോലെയുള്ള എല്ലാത്തരം അക്രമങ്ങളുമില്ലാത്ത അവസ്ഥയാണ് യഥാർത്ഥ സമാധാനം. ഇതാണ് കൂടുതൽ ശരിയായ നിർവചനം. ഇനി വരുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ്: സ്ട്രക്ചറൽ വയലൻസ്, അല്ലെങ്കിൽ ഘടനാപരമായ അക്രമം. ഈ വാക്ക് നിങ്ങൾ മറക്കാനേ പാടില്ല. സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ ഘടന, അതായത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കെട്ടുപാട്. വയലൻസ് എന്നാൽ അക്രമം. അപ്പൊ എന്താണിത്? നമ്മുടെ സമൂഹത്തിന്റെ ഘടനയിൽ തന്നെ, അതിന്റെ നിയമങ്ങളിലും രീതികളിലുമൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുള്ള, നേരിട്ട് കാണാൻ കഴിയാത്ത ഒരുതരം അക്രമമാണിത്. ഇതാരും തോക്കെടുത്ത് ചെയ്യുന്ന അക്രമമല്ല. പക്ഷേ ഈ സിസ്റ്റം കാരണം ഒരു വിഭാഗം ആളുകൾക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു. ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാകും. പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന തൊട്ടുകൂടായ്മ, അതായത് ജാതിയുടെ പേരിൽ ചിലരെ മാറ്റി നിർത്തുന്നത്, അതൊരു സ്ട്രക്ചറൽ വയലൻസ് ആണ്. അതുപോലെ പണക്കാർ ഭയങ്കരമായി പണക്കാരാവുകയും പാവപ്പെട്ടവർ കൂടുതൽ ദരിദ്രരാവുകയും ചെയ്യുന്ന അവസ്ഥ. പിന്നെ പുരുഷാധിപത്യം, അതായത് സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ നിഷേധിക്കുന്നത്. ഇതിലൊന്നും ആരും ആരെയും നേരിട്ട് തല്ലുന്നില്ല, അല്ലേ? പക്ഷെ ആ സിസ്റ്റം തന്നെ ഒരു വിഭാഗത്തിന് ദോഷം ചെയ്യുന്നു. ഇവയെല്ലാം ഇല്ലാതാകുമ്പോഴേ യഥാർത്ഥ സമാധാനം വരൂ. ഓക്കെ, അപ്പൊ ഈ കാണാൻ കഴിയാത്ത ശത്രുവിനെ, അതായത് സ്ട്രക്ചറൽ വയലൻസിനെ നമ്മൾ എങ്ങനെയാണ് നേരിടുക? ഈ അനീതികൾക്കെതിരെ പോരാടി സമാധാനം സ്ഥാപിക്കാൻ നമ്മുടെ മുന്നിൽ എന്തു വഴികളാണുള്ളത്? അടുത്തതായി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാണ്, അല്ലേ? ചിലർ പറയും, ഹിറ്റ്ലറെ പോലുള്ള ക്രൂരന്മാരായ ഭരണാധികാരികളെ ഇല്ലാതാക്കാൻ യുദ്ധം ചെയ്യേണ്ടി വന്നില്ലേ, അപ്പോൾ ചില സാഹചര്യങ്ങളിൽ അക്രമം ആവശ്യമാണ് എന്ന്. എന്നാൽ മറ്റു ചിലർ പറയും, അക്രമം കൊണ്ട് ഒരു പ്രശ്നവും തീരില്ല, അത് തുടങ്ങിയാൽ പിന്നെ കൂടുതൽ അക്രമങ്ങളിലേക്ക് പോകുകയുള്ളൂ എന്ന്. ഈ 2 വാദങ്ങളിലും കാര്യമുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കി സമാധാനം നേടാൻ പ്രധാനമായും 2 വഴികളുണ്ട്. ഇതാണ് 1ാമത്തെ വഴി: പാസിഫിസം അഥവാ സമാധാനവാദം. പാസിഫിസ്റ്റുകൾ വിശ്വസിക്കുന്നത്, എന്ത് നല്ല കാര്യത്തിനു വേണ്ടിയാണെങ്കിലും പോലും അക്രമം ഒരു മാർഗമായി ഉപയോഗിക്കാനേ പാടില്ല എന്നാണ്.
എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലൂടെയും സംസാരത്തിലൂടെയും പരിഹരിക്കണം എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു കാരണവശാലും ആയുധം കയ്യിലെടുക്കരുത് എന്നതാണ് അവരുടെ നിലപാട്. ഇനി രണ്ടാമത്തെ വഴി. ഇത് നമുക്ക് വളരെ പരിചയമുള്ളതാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ അഹിംസ എന്ന ആശയം. അഹിംസ എന്ന് കേൾക്കുമ്പോൾ പേടിച്ച് ഒതുങ്ങിക്കൂടുന്നൊരാളെ ഓർക്കരുത്. ഗാന്ധിജി പറഞ്ഞത് അഹിംസ എന്നത് അനീതിക്കെതിരെ പോരാടാനുള്ള ഏറ്റവും ശക്തവും ധീരവുമായ ഒരു മാർഗമാണെന്നാണ്. അത് വെറുതെ ഇരിക്കലല്ല, അതൊരു ആക്റ്റീവ് ഫോഴ്സാണ്. ഗാന്ധിജിയുടെ അഹിംസ എന്ന ചിന്തയുടെ പ്രായോഗിക രൂപമാണ് സത്യാഗ്രഹം. അഹിംസ എന്നത് മനസ്സിലെ ഒരു തത്വമാണെങ്കിൽ സത്യാഗ്രഹം അത് പ്രവൃത്തിയിലൂടെ കാണിക്കുന്നതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിൽ ബ്രിട്ടീഷുകാരുടെ അന്യായമായ നിയമങ്ങൾക്കെതിരെ ഗാന്ധിജി സമരം ചെയ്തത് സത്യാഗ്രഹത്തിലൂടെയാണ്. ഇത് അക്രമത്തിന് വളരെ ശക്തമായ എന്നാൽ സമാധാനപരമായൊരു മറുപടിയായിരുന്നു. ഇതുവരെ നമ്മൾ വ്യക്തികളെയും ആശയങ്ങളെയും പറ്റിയാണ് സംസാരിച്ചത്. ഇനി നമുക്ക് ലെവൽ 1 കൂട്ടി രാജ്യങ്ങൾ, അതായത് സ്റ്റേറ്റ്സ്, സമാധാനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് പഠിക്കാം. കാരണം ലോകസമാധാനത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും രാജ്യങ്ങൾ തന്നെയാണ്. ഈ ടേബിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു എസ്സേ ചോദ്യമായി വരാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. രാജ്യങ്ങൾ സമാധാനത്തെ സമീപിക്കുന്നതിന് പ്രധാനമായും 3 വഴികളുണ്ട്. ഒന്നാമത്തേത്, ഓരോ രാജ്യവും സ്വന്തം ശക്തി കൂട്ടാൻ ശ്രമിക്കുന്നു. ഏകദേശം ഒരേ ശക്തിയുള്ള രാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യില്ല എന്ന് കരുതുന്നു. ഇതിനെ ബാലൻസ് ഓഫ് പവർ എന്ന് പറയും. രണ്ടാമത്തേത്, രാജ്യങ്ങൾ തമ്മിൽ കച്ചവടവും സഹകരണവും കൂട്ടുക. അപ്പോൾ യുദ്ധം ചെയ്താൽ എല്ലാവർക്കും നഷ്ടമുണ്ടാകും. അതുകൊണ്ട് യുദ്ധം ഒഴിവാക്കും. മൂന്നാമത്തെ വഴി, ഈ രാജ്യങ്ങളുടെ അതിർത്തികൾക്കപ്പുറം നമ്മളെല്ലാം ഒരു ലോക സമൂഹമാണ് എന്ന ആശയം വളർത്തുക എന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ കാലത്തേക്ക് വരാം. ഇന്ന് സമാധാനത്തിന് പുതിയ വെല്ലുവിളികളുണ്ട്, അല്ലേ? തീവ്രവാദം, സൈബർ യുദ്ധങ്ങൾ, അങ്ങനെ പലതും. എന്നാൽ അതേസമയം തന്നെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരുപാട് നല്ല കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. പരീക്ഷ അടുക്കുമ്പോൾ നമുക്ക് ചിലപ്പം തോന്നില്ലേ, അയ്യോ ഇതൊന്നും പഠിച്ചു തീരില്ല, എല്ലാം കൈവിട്ടുപോയെന്ന്. അതുപോലെ ലോകത്തെ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ സമാധാനം എന്നത് നടക്കാത്തൊരു കാര്യമാണെന്ന് പലർക്കും തോന്നാം. പക്ഷേ അതൊരു തെറ്റായ ചിന്തയാണ്. സമാധാനം എന്നത് ഒരിക്കൽ നേടി എന്നേക്കുമായി വെക്കാൻ പറ്റുന്ന ഒരു ട്രോഫിയല്ല. അത് നമ്മൾ ഓരോ ദിവസവും പരിശ്രമിച്ച് ശ്രദ്ധിച്ച് നിലനിർത്തേണ്ട ഒരു തുടർ പ്രക്രിയയാണ്, നമ്മുടെ പഠനം പോലെ തന്നെ. ഇനി ആരെങ്കിലും സമാധാനം അസാധ്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോയിന്റുകൾ അവർക്ക് പറഞ്ഞുകൊടുക്കാം. കോസ്റ്റാറിക്ക പോലുള്ള രാജ്യങ്ങൾ സ്വന്തമായി ഒരു ആർമി വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളും ആണവായുധങ്ങളില്ലാത്ത മേഖലകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമാധാനത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സംഘടനകളുണ്ട്. ശീതയുദ്ധം അവസാനിച്ചതും സമാധാനത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായിരുന്നു. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടേണ്ട കാര്യമില്ല. ഓക്കെ, എല്ലാവരും റെഡിയാണോ? ഒരു പേനയും പേപ്പറും എടുത്തോളൂ. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട, പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി വേഗത്തിൽ ഓർത്തെടുക്കാൻ പോവാണ്. ഈ ഭാഗം വളരെ നന്നായി ശ്രദ്ധിക്കണേ. ഈ 5 വാക്കുകളും അവയുടെ ഈ ഒറ്റവരി നിർവചനങ്ങളും മനപ്പാടമാക്കിക്കോളൂ. 1. പീസ്, സമാധാനം എന്നാൽ യുദ്ധവും സ്ട്രക്ചറൽ വയലൻസും ഇല്ലാത്ത അവസ്ഥ. 2. സ്ട്രക്ചറൽ വയലൻസ് എന്നാൽ സമൂഹത്തിന്റെ ഘടനയിലുള്ള കാണാൻ പറ്റാത്ത ക്രമം. 3. പാസിഫിസം, ഒരു കാരണവശാലും അക്രമം പാടില്ല എന്ന വാദം. 4. അഹിംസ, ഗാന്ധിജിയുടെ സജീവമായ അക്രമരാഹിത്യം. 5. സത്യാഗ്രഹ, അതിന്റെ പ്രായോഗിക രൂപം. ഇത് ഓർത്തുവെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നല്ല മാർക്ക് നേടാം. ഈ ഒരാഴ്ച കൊണ്ട് ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് നേടാൻ ഒരു സിമ്പിൾ പ്ലാൻ ഞാൻ തരാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഈ വീഡിയോ ഒന്നുകൂടി കണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരു നോട്ടിൽ എഴുതിയെടുക്കുക. 2. ടെക്സ്റ്റ് ബുക്ക് ഒരു തവണയെങ്കിലും ശ്രദ്ധിച്ച് വായിക്കുക. 3. പുസ്തകത്തിന് പിന്നിലുള്ള ചോദ്യങ്ങൾക്ക് സ്വന്തമായി ഉത്തരം എഴുതി പരിശീലിക്കുക. 4ാമത്തെ സ്റ്റെപ്പ്, നിങ്ങളുണ്ടാക്കിയ ആ ചെറിയ നോട്ട് പരീക്ഷ വരെ എല്ലാ ദിവസവും വെറുതെ നോടിച്ചു നോക്കുക. ഇത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് തരും, ഉറപ്പാണ്. ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഈ ഒരൊറ്റ വാചകത്തിലുണ്ട്. അതായത്, ലോകത്തുള്ള പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം നമ്മുടെ ചിന്തകളിലും മനസ്സിലുമാണ്. അതുകൊണ്ട് യഥാർത്ഥ സമാധാനം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ പ്രതിരോധവും നമ്മൾ പടുത്തുയർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ തന്നെയാണ്. അപ്പോ ഈ ചാപ്റ്റർ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ടെൻഷനുമില്ലാതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്ലാൻ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷയിൽ നന്നായി എഴുതാൻ സാധിക്കും. എല്ലാവർക്കും എന്റെ വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ്.